ലിറ്ററി ലെൻസിന്റെ 42ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വായനാനുഭവം പങ്കുവയ്ക്കുന്നത് ഫസ്റ്റ് ഇയറിലെ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ അനഘയാണ്. പ്രശസ്തനായ എഴുത്തുകാരൻ ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന പുസ്തകമാണ് അനഘ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അനഘയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ചിട്ടാണ്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1951 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മുച്ചീട്ട് കളിക്കാരൻ എന്നത്. ഈ നോവലിനെ ആസ്പദമാക്കി 1975 ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. തോപ്പിൽ ബാസിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. റാണി ബഹദൂർ, KPSC ലളിത, അടൂർ ബാസി തുടങ്ങിയ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ നോവലിനെ ആസ്പദമാക്കി പല തരത്തിലുള്ള നാടകങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭാഷണ ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. അതിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒറ്റക്കണ്ണൻ പോക്കർ, 2 അദ്ദേഹത്തിന്റെ മകൾ സൈനബ, പിന്നെ വേറെ മണ്ടൻ മുത്തപ്പ. ഈ ഒറ്റക്കണ്ണൻ പോക്കർ എന്ന് പറയുന്നത് മുച്ചീട്ടുകളി സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കളിക്കുമ്പോൾ എല്ലാ കളിയിലും വിജയിക്കുന്ന ഒരാളാണ് ഒറ്റക്കണ്ണൻ പോക്കർ എന്ന് പറയുന്നത്. പിന്നെ മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത് 21 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മണ്ടൻ എന്നുള്ള പേര് കൊടുത്തത് ഒറ്റക്കണ്ണൻ പോക്കറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, പോക്കറ്റടിക്കാരൻ മുത്തപ്പ എന്നുണ്ട്. അത് നാട്ടുകാർ കൊടുത്തിട്ടുള്ള ഒരു പേരാണ്. ഈ ഒറ്റക്കണ്ണൻ പോക്കർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സൈനബയെ യോഗ്യരായിട്ടുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവും പകലും ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം. സൈനബ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ വരുന്നതാണ് ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, മണ്ടൻ മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞി. ഈ മണ്ടൻ മുത്തപ്പയ്ക്ക് സൈനബയെ വലിയ ഇഷ്ടമാണ്. അവര് തമ്മിൽ സ്നേഹത്തിലാണ്. പക്ഷെ സൈനബയ്ക്ക് വൈകാരികമായിട്ടുള്ള ഒരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു താല്പര്യം മാത്രമേ കൃതിയിൽ പറയുന്നുള്ളൂ. ഒരു ദിവസം സൈനബയെ മുത്തപ്പായുമായി ഈ ഒറ്റക്കണ്ണൻ പോക്കര് കാണാൻ ഇടയായി. അപ്പോ പോക്കരോട് മുത്തപ്പായി ചോദിക്കുന്നുണ്ട് കല്യാണം കഴിച്ചു തരുമോ എന്നുള്ളത്. പക്ഷെ പോക്കർക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ടുള്ള ഒരാളെ കൊണ്ട് സൈനബയെ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുത്തപ്പായി പറഞ്ഞ കാര്യത്തിനോട് സമ്മതിച്ചില്ല. പിന്നീട് മുത്തപ്പായി ചീട്ടുകളി കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കളിച്ചതിന് ശേഷം 10-12 ചന്തകളിലായിട്ട് മണ്ട മുത്തപ്പായി തന്നെ ജയിക്കാൻ ഒറ്റക്കണ്ണൻ പോക്കർക്ക് കടം വാങ്ങി കളിക്കേണ്ട അവസ്ഥ വരെ ആയി. അദ്ദേഹത്തിന്റെ പൈസ മൊത്തം പോയി. അദ്ദേഹം തോറ്റുകൊണ്ടിരിക്കുകയാണ്. മണ്ട മുത്തപ്പായി ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൈസ മൊത്തം പോയതുകൊണ്ട് ഒറ്റക്കണ്ണൻ പോക്കര് മുത്തപ്പായിനോട് പറയുന്നുണ്ട്, ഇനി നീ കളിക്കാനായിട്ട് വരരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തപ്പായി പറയുന്ന ഒരേ ഒരു കാര്യം, സൈനബയെ കല്യാണം കഴിച്ചു തരുവാണെങ്കിൽ തരില്ല എന്നാണ് മുത്തപ്പ പറഞ്ഞത്. അത് കൊടുക്കുകയും അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു. എന്നാലും മണ്ടനായിട്ടുള്ള മുത്തപ്പ എങ്ങനെ കളികളെല്ലാം ജയിച്ചു എന്നുള്ളത് ഒരു സംശയം ഒറ്റക്കണ്ണൻ പോക്കർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തപ്പായോട് നേരിട്ട് ഒറ്റക്കണ്ണൻ പോക്കർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നീ കളി ജയിച്ചത് എന്ന്. അപ്പൊ മുത്തപ്പായി അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു
നോവലിന്റെ തുടക്കത്തില് പറയുന്ന ഒരു കാര്യമുണ്ട്, പെൺകുട്ടികളാണ് ജനിക്കുന്നത് എങ്കിൽ എല്ലാം ഒരു നോവൽ തോന്നുന്നത്. ആ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെ മാത്രം പറയുന്നത് എന്നുള്ളത്. പക്ഷെ ഈ ഒരു നോവല് വായിച്ച് അവസാനം എത്തുമ്പോഴാണ് മനസ്സിലാവുക അതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത്. പിന്നെ ഈ കൃതി ഇന്നത്തെ കാലത്ത് സ്ത്രീധനത്തിന്റെയും മറ്റ് പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും സാധാരണക്കാരായ മനുഷ്യരിൽ എങ്ങനെയാണ് ജീവിതത്തെ സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെയാണ് ജീവിതത്തെ നോക്കി കാണുന്നത് എന്നാണ് ഈ കൃതിയിലൂടെ പറയുന്നത്. പിന്നെ ഈ കൃതി എന്ന് പറയുന്നത് ചെറിയൊരു നോവലാണ്, 32 പേജുള്ള ഒരു നോവലാണ്. തമാശയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ നോവലാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റിയ ചെറിയൊരു നോവലാണ്. പിന്നെ ഇതില് പറയുന്നത് നിരതീക്ഷണീയമായ ഒരു കലാസൃഷ്ടി എന്നാണ് ഈ നോവലിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. നല്ലൊരു നോവലാണ്, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന നോവലായതുകൊണ്ട് എല്ലാവരും വായിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. താങ്ക് യു അനഘ. ബഷീറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ബഷീറിന്റെ ഓരോ കൃതികളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. നല്ല രീതിയിലാണ് അനഘ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ഹലോ അനഘ, വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ബഷീറിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ കൃതികളും നമ്മൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ബാല്യകാലസഖി ആയിക്കോട്ടെ, പ്രേമലേഖനായിക്കോട്ടെ, അതിലെ കഥാപാത്രങ്ങളും കഥയൊക്കെ നമ്മളെ ലൈഫിൽ വായിക്കാത്ത ആൾക്കാരും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തില് ഈ ഒരു നോവല് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് പറയുന്ന ഈ നോവലിലെ കഥാപാത്രം, അതിലെ ഇൻസിഡൻസ് എല്ലാം അനഘ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇനി ഫീഡ്ബാക്ക് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി ആരും പറയാല്ല? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു.